ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ഫേമസ് ആയ വെറൈറ്റി റൈസുകളിൽ ഒന്നായ ലെമൺ റൈസാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സ് റെഡി ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസാണ് ലെമൺ റൈസ്. ഈ വെറൈറ്റി റൈസിനെ ഞാനൊരു വെറൈറ്റിയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കാണാം. ഞാനിന്ന് ലെമൺ റൈസ് ചെയ്യാൻ പോണത് ഈ ഒരു വലിയ നാരങ്ങ വെച്ചാണ്. ഇത് മൊത്തം എനിക്ക് വേണ്ട, ഇതിൻ്റെ പാതി കട്ട് ചെയ്യുമ്പോൾ അറിയാം എത്ര വേണമെന്നുള്ളത്. ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെ നാർത്തങ്ങ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. പിന്നെ കടാരങ്ങ എന്ന് പറയാം. അത് ഇതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് പച്ച കളറിലിരിക്കും കേട്ടോ. ഇതേ സൈസിൽ പച്ച കളറിൽ കടാരങ്ങ എന്നിരിക്കും. അത് വെച്ചും ചെയ്യാം. ഇപ്പം നമ്മൾ ചെറിയ സൈസ് ലെമണിൽ ചെയ്യൂലേ, അതുപോലെ ഞാനിപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാണ്. ഇത് കുറച്ച് നാളായി ഫ്രിഡ്ജിലിരിക്കുകയാണ്. പിക്കിളിടാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഞാൻ. പിന്നെ ഇന്ന് ഒരു ലെമൺ റൈസ് ചെയ്തൊന്ന് എൻ്റെ തോട് മാത്രം തന്നെ ഒരു ചെറിയൊരു കളർ ചേഞ്ചാണ്, അല്ലാതെ വേറെ ഏതാ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാതി മതിയാവും. ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനുള്ളിൽ ആ പുളിപ്പ് മാത്രം നമുക്ക് മതി. സീഡൊക്കെ മാറ്റണം, അല്ലെങ്കിൽ കയ്പുണ്ടാവും. തോടും എടുക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ലെമൺ റൈസ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ ഇതിനൊന്ന് നല്ല സ്ക്യൂസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് അതിൻ്റെ പുളിപ്പ് മാത്രം തനിയെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് തോട് ഇപ്പോൾ ആവശ്യമില്ല, പക്ഷേ ഇത് യൂസ് ചെയ്ത് നമുക്ക് പിക്കിളൊക്കെ ഉണ്ടാക്കാം. പുളിപ്പിന് വേണ്ടി കുറച്ച് വാളംപുളിയില്ലേ, ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പുളിപ്പിനായിട്ട് വാളംപുളി ചേർത്ത് തനിയെ പിക്കിൾ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കട്ട് ചെയ്തിടാം, അത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയും മാത്രം മതി. ഇതിനെ ഇപ്പോൾ നമുക്കൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി കൊടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിൽ അരയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ജ്യൂസ് ഇറങ്ങുന്നുണ്ട്. അതൊന്ന് കണ്ടോ, ലെമൺ ജ്യൂസ്. ശരിക്കും നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഇറങ്ങുന്നുണ്ട്. ഇതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അങ്ങനെ ഇടാൻ പാടില്ല, കാരണം നിറയെ ഇതൊക്കെ നമുക്ക് ചോറിൻ്റെ ഇടയിൽ വന്നാൽ നന്നായിരിക്കില്ല. സോ ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ ജ്യൂസ് മാത്രം തനിയെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പേ നമുക്കിതിന് 2-3 ചേരുവകൾ കൂടെ ആവശ്യമുണ്ട്. അതെന്താണെന്ന് കാണിക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, 7-8 പച്ചമുളക്, അതിൻ്റെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. എനിക്കിവിടെ അത്ര വലിയ എരിവില്ലാത്ത മുളകായത് കാരണം ഞാനൊരു 8-9 എടുത്തെന്ന് തോന്നുന്നു. അതെ. പിന്നെ നമുക്ക് ആവശ്യമായത് കറിവേപ്പില, കടലപ്പരിപ്പ്, ഒരു 1.5 സ്പൂൺ കടലപ്പരിപ്പ്, 2 സ്പൂണൊക്കെ എടുക്കാം, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇത്ര തന്നെയാണ്. നമുക്കിപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഇവിടെ എനിക്ക് നല്ലെണ്ണയാണ് ഇഷ്ടം കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റാണ്, നന്നായിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, ഉലുവ, എടുത്ത് വച്ചിരിക്കുന്ന കടലപ്പരിപ്പിട്ട് കൊടുക്കാം, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ആദ്യമേ ഇടേണ്ടതായിരുന്നു.
കുഴപ്പമില്ല. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി, മഞ്ഞപ്പൊടി. ചോറിൽ ഉപ്പ് ഞാൻ ഇട്ടില്ല. ചോറിൽ ഉപ്പിട്ട് വേവിക്കുന്നവർക്ക് ഈ സമയത്ത് വേണ്ട. ഇപ്പോൾ ഞാൻ ചോറിലിടാത്ത കാരണം ഇപ്പം കുറച്ച് ഉപ്പിടാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പിങ്ക് സോൾട്ട് ഞാൻ ഇത്രയിടാണ്. ചോറിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. പിങ്ക് സോൾട്ട് പൗഡറാണ്. നമുക്കിപ്പോൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ ജ്യൂസ്, ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കുക. ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ വലിയ നാരങ്ങയുടെ ഈ ജ്യൂസ് ഇട്ട് കൊടുക്കുക. ലെമൺ ജ്യൂസ് ഇട്ട് കൊടുത്തത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതങ്ങനെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് ചോറിട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്. ഞാനിവിടെ വെള്ളരിയല്ല, ചമ്പാരി ചോറാണ് ഇടാൻ പോകുന്നത്. കുറച്ച് വെള്ളരി ചോറിന് കളറ് കുറച്ച് കിട്ടും, മഞ്ഞ കളറ്. നമുക്കിവിടെ കളറൊന്നും മുഖ്യമല്ലല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെരി സിമ്പിളാണ്. എനിക്ക് ചോറ് അല്പം അത് വെന്ത് പോയിട്ടുണ്ട്, എന്നാലും ടേസ്റ്റിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര വേവിക്കേണ്ട ആവശ്യമില്ല ചോറ്. ലെമൺ റൈസിന് അങ്ങനെ ചോറ് അധികം വേകാൻ പാടില്ല. എനിക്ക് ചമ്പാരി ചോറായത് കാരണം എനിക്ക് 2-3 വിസിൽ എടുത്ത് വേകണം. ഒരു വിസിലൊക്കെ ആകുമ്പോൾ അരി വേവില്ല. 2 വിസിലൊക്കെ ആകുമ്പോൾ അരി കുറച്ച് നന്നായിട്ട് വെന്ത് പോകും. എന്നാലും ടേസ്റ്റ് നന്നായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ലെമൺ റൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ലെമൺ പൊങ്കലായിട്ട് മാറി. എന്തായാലും ഞാൻ എന്ത് ചെയ്താലും ഇവർക്ക് ഇവിടെ എല്ലാവർക്കും അമൃതമാണ്. വേറെ വഴിയില്ലല്ലോ. അത് കാരണം നമുക്കിന്നിവിടെ ലെമൺ പൊങ്കൽ കഴിക്കാം. ഇതിന് സൈഡ് ഡിഷിന് ഏതെങ്കിലും ഒരു ചമ്മന്തി നന്നായിരിക്കും. പുതിന ചമ്മന്തിയോ മല്ലിയില ചമ്മന്തിയോ, എന്തിന് നമ്മുടെ തേങ്ങാ ചമ്മന്തി കൂടെ അടിപൊളിയായിരിക്കും. പപ്പടം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇല്ലേൽ ചുണ്ടൽ കടലയില്ലേ, അത് വെച്ചൊരു തോരൻ വയ്ക്കാറില്ലേ, അതും അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.